കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സർക്കാരും നീലക്കുയിൽ മീഡിയകളുടെ പുറകെയാണ്. സത്യത്തിൽ ഇന്ന് ഒരുപാട് വീഡിയോകൾ കാണുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇക്കിളി മീഡിയകളെ അല്ലെങ്കിൽ ഗോസിപ്പ് മീഡിയകളെ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? അതൊരു വലിയ അപകടമല്ലേ എന്ന് പോലും തോന്നിപ്പോയി. നമുക്കറിയാം, തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ നീലക്കുയിൽ പോലുള്ള പല മഞ്ഞ യൂട്യൂബ് ചാനലുകളെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും ഒക്കെ ആയിരുന്നു. അതായത് അവർക്കറിയാം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഗോസിപ്പ് ചാനലുകളാണ് കൂടുതൽ ഭൂരിഭാഗം ആളുകളും ഒക്കെ കാണുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്താണ് ചെയ്തത്? അവരെ വിലക്കെടുത്തുകൊണ്ട് LDF സർക്കാരിനെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് LDF സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രകടന പത്രികയിൽ പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കിയ ഒരു സർക്കാരായിരുന്നു. ഒന്നിനും ഒരു മുടക്കം വരുത്താതെ എല്ലാം വളരെ കറക്റ്റായിട്ട് ജനങ്ങളുടെ കയ്യിലെത്തിച്ച ഒരു സർക്കാരായിരുന്നു. അതായത് ജനക്ഷേമ പദ്ധതികളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ തന്നെയാണ്. പെൻഷൻ മുടക്കാത്ത സർക്കാർ, അതുപോലെ തന്നെ എല്ലാം വളരെ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കിളി മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സർക്കാരിനെ താഴെ ഇറക്കാം എന്ന് വലിയ രീതിയിൽ തന്നെ ഒരു ഹോംവർക്ക് നടത്തി അത് വിജയിപ്പിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്നത്. അതായത് അത്രത്തോളം നുണകൾ ഇത്തരം മീഡിയകൾ വഴി ഇവർ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ചെയ്തിട്ടുള്ളൊരു ഒന്നാണ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോഴും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരുമൊക്കെ ഇത്തരം ഇക്കിളി മീഡിയകളെ ഉപയോഗപ്പെടുത്തുന്നത് ഏറെ മോശമായിട്ടൊരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത് ഇത്തരം ഈ സൈക്കോപാത്തുകളായിട്ടുള്ള ഇത്തരം ഈ വൈകൃതം പിടിച്ച വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ശല്യമായിട്ട് മാറുന്ന യൂട്യൂബേഴ്സിന് വലിയ രീതിയിൽ തന്നെ ഒരു ഊർജം പകരുന്നതിന് തുല്യമായി മാറും. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ നോക്കുമ്പോൾ നീലക്കുയിൽ മീഡിയയിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള പല ഫ്രെയിമുകൾ കാണുകയാണ്. മുഖ്യമന്ത്രി വരുന്നു, മുഖ്യമന്ത്രിയുടെ അടുത്ത് ഏത് ടീമിൻ്റെ ഫാനാണ് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവിടെ നമുക്ക് മറ്റുള്ള മീഡിയകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഈ VD സതീശൻ്റെ ഏത് പരിപാടി എടുത്ത് നോക്കിയാലും ആ പരിപാടികളിലൊക്കെ ഇത്തരം നീലക്കുയിലുമാരുടെ നീലക്കുറുക്കന്മാരുടെയൊക്കെ ഒരു സാമീപ്യവും സാന്നിധ്യവും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അത് വളരെ മോശമായിട്ടുള്ള ഒന്നാണ്. ഇത് മുഖ്യമന്ത്രി ഒരു വലിയ അപകടം വിളിച്ചു വരുത്തുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ ഇവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മറുവശം എന്താണ്? ഇപ്പോൾ ഒരു സ്ട്രൈക്ക് നടക്കുമ്പോൾ നമ്മളൊക്കെ ഈ സ്ട്രൈക്കൊക്കെ പണ്ട് ഏത് വഴി കണ്ടുകൊണ്ടിരുന്നത്? ഏതെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിലൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? അവരെങ്ങനെയാണ് ആ സ്ട്രൈക്ക് കവർ ചെയ്യുന്നത്? വളരെ ദൂരെ നിന്ന്, അതായത് ആ സ്ട്രൈക്ക് എങ്ങനെയാണോ അവർ നടത്തുന്നത് അത് മാത്രം ആണ് ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ നീലക്കുയിൽ പോലുള്ള മീഡിയകൾ ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നത്? അടി ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന വെള്ളം ചീറ്റുമ്പോൾ ഏതൊക്കെ വനിതകളുടെ മേത്തത് പോയി വീഴുന്നുണ്ട്, വീണാൽ അവരുടെ ഏതൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഏതൊക്കെ വശങ്ങൾ, ഏതൊക്കെ ശരീരഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്, അതെല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിടയ്ക്ക് ഈ പറയുന്ന പോലെ ഈ വനിതകൾക്ക് വേണ്ടിയുള്ള സൗജന്യ യാത്ര ആരംഭിച്ചപ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന നമ്മുടെ തഹ്ലിയ എന്ന് പറയുന്ന MLA ഒക്കെ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. കാരണം അവരുടെയൊക്കെ ആ പരിപാടി കവർ ചെയ്യാൻ വരുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ സൗന്ദര്യവും അതുപോലെ തന്നെ ഇവരുടെ പല ശരീരഭാഗങ്ങളും ഒക്കെയാണ്. അത് വളരെ തീർത്തും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. കാരണം ഒരു UDF എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഇപ്പം നമ്മളിത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ആശാനാഥൊക്കെ വലിയ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അവരുടെ ഈ വാർത്തകൾ വരുന്ന പല ഫേസ്ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇക്കിളി ഉള്ള പല കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ചാനലുകളിലൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനും ഇവരൊരു തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇക്കിളി സാധനങ്ങളൊക്കെ മിക്കപ്പോഴും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കൂടി കയറി വന്നാൽ അത് ഇവർക്ക് ഒരു രീതിയിൽ മൈലേജാണ്, മാത്രമല്ല ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അവരെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇവർക്കും ഒരു തോന്നൽ വരികയാണ്, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല, ഞങ്ങൾക്ക് ഗവൺമെൻറ് കാവലുണ്ട്, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി കാവലുണ്ട്, ഞങ്ങൾ അന്ന് മുഖ്യമന്ത്രിയുടെ ഒരു സാധനം എടുത്തതല്ലേ എന്നൊരു തോന്നൽ വരികയാണ്. ഇപ്പോൾ ഈ പൂക്കി എന്ന് പറയുന്ന സംഭവം പോലും കൊണ്ടുവന്നവരാണ്. അത് ഈ പറയുന്ന ഈ മഞ്ഞ ഓൺലൈനുകളാണ്. ഈ പൂക്കി എന്ന് പറയുന്ന സംഭവം പോലും കൊണ്ടുവന്നതിന് പിന്നിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ പൂക്കിച്ചിരി എന്ന് പറയുന്ന സാധനം അതൊരു സ്പോൺസേർഡ് സാധനമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇതൊക്കെ PR-ൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സ്വാഭാവികമായും എന്ത് ചോദിച്ചാലും എന്ത് വിഷയം വന്നാലും ഒരു വലിയ വിവാദം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ മറികടക്കാൻ വേണ്ടി ഇത്തരം ഓൺലൈൻ ചാനലുകളുടെ കൂട്ടുപിടിച്ച് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് സ്വയം നന്മമരം ചമഞ്ഞുകൊണ്ട് പല മന്ത്രിമാരും ഒക്കെ പല പോസ്റ്റുകളും ഇതിലൂടെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. മാത്രമല്ല പല മന്ത്രിമാരുടെയൊക്കെ അടുത്ത് ഈ പല നടിമാരൊക്കെ വരാൻ നേരത്ത് ചോദിക്കാറുള്ളതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ മുംബൈയിലാണ് നമ്മളിത് ആദ്യമായിട്ട് നേരത്തെ ഇത്തരത്തിലുള്ള പ്രവണത കണ്ടിരുന്നത്. അതായത് അവിടുത്തെ ഈ ബോളിവുഡ് നടിമാരൊക്കെ ജിമ്മിലൊക്കെ പോയി ഇറങ്ങി വരുമ്പോൾ ഇതുപോലെ കുറേ യൂട്യൂബുമാർ ഇങ്ങനെ നോക്കി ഈ പാപ്പരാസികൾ
മത്സരാർത്ഥികൾ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് അവർ ചോദിക്കും, ഇന്ന് കളിച്ചോ, ജിമ്മിൽ നിന്ന് എത്ര നേരം കളിച്ചു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇപ്പൊ ഇത് നമ്മൾ ഇവിടെയും കാണുകയാണ്. അതായത് ഈ രാഷ്ട്രീയ നേതാക്കളോട് ഇത് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചാറാണ് ഈ ഗവൺമെന്റാണ്, ഈ സതീശനും സംഘമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഈ പറയുന്ന സ്ത്രീകളോടും അതുപോലെ തന്നെ വനിതാ നേതാക്കളോടും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവരെ വളർത്തിക്കൊണ്ടുവരികയാണ് ഈ ഗവൺമെന്റ്. ഇതൊരു വലിയ അപകടമാണ് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ്. ഇത് ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ വലിയ അപകടമാണ് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് വലിയ വലിയ രീതിയിൽ തന്നെ ഭീഷണി ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ ഉണ്ടാകും. അത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്ന വനിതാ ഈ പറയുന്ന പൊതുപ്രവർത്തകർക്ക് തന്നെയാണ്. കാരണം അത് നമ്മളിപ്പോൾ അതിന്റെ പ്രവണത കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പ്രവണത ഒരിക്കലും വെച്ചു പുലർത്താൻ പാടില്ലാത്തതാണ്. നോക്കൂ, ഇത്തരം ചാനലുകൾക്കെതിരെയൊക്കെ, പല ചാനലുകൾക്കെതിരെയൊക്കെ പല രീതിയിലുള്ള ഈ ഈ ഇത്തരത്തിൽ അവരുടെ എല്ലാവരുടെയും ശരീരഭാഗങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സ്വകാര്യത പകർത്തി എന്ന രീതിയിലൊക്കെ നിരവധി ആളുകൾ വിമർശനങ്ങൾ ഉന്നയിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ നീലക്കുയിലൊക്കെ നിരവധി തവണ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു മഞ്ഞ ഓൺലൈനാണ്. അപ്പം അത്തരത്തിലുള്ള ഇവരെയൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ എന്താണ് ഈ ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. നോക്കൂ, സലീം കുമാർ മരിക്കുമ്പോൾ സലീം കുമാറിന്റെ ആ ഒരു വിയോഗ ചടങ്ങ്, സംസ്കാര ചടങ്ങുകൾ പകർത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് യുവന്മാർ വന്ന് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കണ്ടതാണ്. മകൻ ചന്തു ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിൽ തന്നെ ഇവരോട് ക്ഷുഭിതനായി സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് ഈ പറയുന്ന വി ഡി സതീശൻ ഇവരെ വിമർശിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് ഇവരെ വിമർശിക്കുകയും ഒരു ഭാഗത്ത് തലോടുകയും ചെയ്യുന്ന ആ സമീപനം തീർത്തും മോശമാണെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു വെക്കുകയാണ്. ഇത്തരക്കാർക്ക് എങ്ങനെയാണ് ഇത് പകർത്താൻ വേണ്ടിയൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ അത്രയും അടുത്തേക്ക് എത്താൻ കഴിയുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ വരുത്തേണ്ടതുണ്ട്. കാരണം പല മാധ്യമങ്ങൾക്കും എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇക്കിളി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന യൂട്യൂബേഴ്സിന് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്, മന്ത്രിമാരുടെ അടുത്തേക്ക്, മന്ത്രിമാരുടെ സ്റ്റേജിന് അകത്തേക്കും ഒക്കെ ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടന്ന് എത്താൻ കഴിയുന്നത്? മറ്റുള്ള മാധ്യമങ്ങൾക്ക് എത്താൻ കഴിയാത്ത ഇടങ്ങളിൽ ഇവർക്ക് എങ്ങനെ എത്താൻ കഴിയുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ആളുകൾ, ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇവർക്ക് അങ്ങോട്ടേക്ക് എൻട്രി കൊടുത്തിട്ട് തന്നെയാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നത്. അല്ലാതെ ഇവർ ചാടി ഇടിച്ചു കുത്തി അങ്ങോട്ടേക്ക് പോകുന്നൊന്നുമല്ല. ഇതൊക്കെ ഒരു PR വർക്കിന്റെ ഭാഗം തന്നെയാണ്. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ജനങ്ങളെ ഇനി കുറച്ച് പറ്റിക്കാൻ വേണ്ടി ഈ മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുത്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നന്മമരങ്ങളാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഉടായ്പായിട്ടാണ് എനിക്ക് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. LDF സർക്കാരിനെ നുണകൾ പറഞ്ഞ് അതിലൂടെ തോൽപ്പിച്ചുവെങ്കിൽ ഇപ്പോൾ ആ അതേ മാധ്യമങ്ങളിലൂടെ തന്നെ ഈ സർക്കാരിനെ പുകഴ്ത്താൻ വേണ്ടി അത് ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത്തരം വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവന്മാർ മൊത്തത്തിൽ നിങ്ങളെ അടക്കം വിഴുങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല, പൊതുവെ ഇപ്പോൾ ഇത്തരം മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പൊളിറ്റിക്കലി ഉള്ള പല ക്ലിപ്പുകളും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്ത് ഭാഗങ്ങളാണ്? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതില്ലേ? മാത്രമല്ല, അതിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഏത് രീതിയിലുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വീഡിയോകളാണ് അതിൽ വരുന്നത്? ഇതൊക്കെ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതില്ലേ? എന്തുകൊണ്ട് ഇത്തരക്കാരോട് ഈ സർക്കാരിന് കൂടുതൽ മമതയും സ്നേഹവും പ്രേമവും വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഈ യൂട്യൂബർമാരിൽ നിന്ന് എന്തെങ്കിലും വലിയ രീതിയിലുള്ള അപകീർത്തികരമായിട്ടുള്ള ഒരു സമീപനം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നീതി ലഭ്യമാവുക? അതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയില്ല. അതുകൊണ്ട് ഒരു ഗവൺമെന്റ് എപ്പോഴും ചെയ്യേണ്ടത് സുതാര്യമായിട്ടുള്ള മാധ്യമങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തുക. ഇത്തരം മാധ്യമങ്ങൾ, ഇത്തരം ഇക്കിളി മാധ്യമങ്ങളെ, മുത്തുച്ചിപ്പികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചീപ്പ് PR വർക്ക് നടത്താതിരിക്കുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.